തൃശൂർ ATM കവർച്ചാ കേസ് പ്രതികളെ കേരള പോലീസിന് കൈമാറി. തമിഴ്നാട് കുമാരപാളയം മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ കൈമാറിയത്. പ്രതികളെ ഇന്ന് തൃശൂരിലെത്തിക്കും. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിശദാംശങ്ങൾ. തൃശൂർ ATM തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ കേരള പോലീസിന് കൈമാറിയിരിക്കുകയാണ്. കേസിൽ 5 പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ കേരള പോലീസ് നൽകിയതിന് പിന്നാലെയാണ് ഇവരെ ഇപ്പോൾ തൃശൂരിലേക്ക് കൊണ്ടുപോകാൻ കേരള പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിടാൻ തീരുമാനമായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ കേരള പോലീസ് സെപ്റ്റംബർ 27-ന് തന്നെ ഇവിടെ എത്തി പ്രാഥമികമായി വിവരശേഖരണം നടത്തിയിരുന്നു. പ്രതികൾ ഇതാണെന്ന് ഉറപ്പിച്ചിരുന്നു. ഇവരുടെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം ഒക്കെ നടത്തിയ ശേഷമാണ് തൃശൂർ പോലീസ് ഇവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ തന്നെ തമിഴ്നാട് ഈ വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ പോലീസുകാരനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പ്രതികൾക്ക് ഇവിടെ കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ പ്രതികളെ കൈമാറുകയുള്ളൂ എന്ന് തൃശൂർ പോലീസിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് അവർ ഇവിടെ നിന്ന് മടങ്ങിയത്. ശേഷം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയതിന് പിന്നാലെ കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. 5 പ്രതികളെയും ഇന്ന് തൃശൂരിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്കായി ആന്ധ്ര പോലീസും കൃഷ്ണഗിരിയിൽ ഉണ്ടായ ഒരു കവർച്ചയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസും ഈ പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. എന്തായാലും കേരളത്തിലെ കേസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. 67 ലക്ഷം രൂപയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ എന്തായാലും ഇപ്പോൾ കേരള പോലീസിന് കൈമാറിയിരിക്കുന്നു. 3 കേസുകൾ, 3 FIR-കളാണ് ഈ സംഘത്തിനെതിരെ പോലീസ് ഇട്ടിട്ടുള്ളത്. ഇതിൽ വിശദമായ തെളിവെടുപ്പ് ഉടൻ തന്നെ നടക്കും. വേണു. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.